ആദിവാസി പുനരധിവാസ മേഖലയിലെ ചെണ്ടവാദ്യ കലാകാരന്മാരാണ് വാദ്യോപകരണം ലഭിക്കുന്നതിനായി ത്രിതല പഞ്ചായത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. 21 ചെണ്ടവാദ്യ കലാകാരന്മാർ അന്യസംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കൊട്ടിക്കയറുന്നുണ്ട്. എന്നാൽ ലഭിക്കുന്ന വേതനം വാദ്യോപകരണങ്ങൾക്ക് വാടക കൊടുക്കാൻ മാത്രമേ തികയാറുള്ളൂ. പട്ടികവർഗ വിഭാഗങ്ങളിലെ പണിയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കലാകാരന്മാർ. സിനു എന്ന യുവാവ് പുറത്തുള്ള ആശാന്റെ കീഴിൽ ചെണ്ട കൊട്ടാൻ പഠിക്കുകയും ഈ യുവാവ് ഇയാളുടെ കൂട്ടുകാർക്കും ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകിയാണ് 21 പേരുള്ള വാദ്യോപകരണമേളം രൂപപ്പെടുത്തിയത്. ബംഗളൂരു, മൈസൂർ തുടങ്ങിയ അന്യസംസ്ഥാന മേഖലകളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇവർ ചെണ്ടമേളത്തിനായി പോകാറുണ്ട്. ഒരു ദിവസം ലഭിക്കുന്ന മുഴുവൻ തുകയും വാദ്യോപകരണത്തിന് വാടക നൽകണമെന്ന് ഇവർ പറയുന്നു. ഒരു ചെണ്ട വിലയ്ക്ക് വാങ്ങണമെങ്കിൽ 16,000 രൂപയിലധികം വേണമെന്നും ഇങ്ങനെ ഒരു ടീമിൽ 7 ചെണ്ടയും അനുബന്ധ വാദ്യോപകരണങ്ങളും വേണമെന്നാണ് ഇവർ പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കലാകാരന്മാർക്ക് ഭീമമായി തുക മുടക്കി വാദ്യോപകരണങ്ങൾ വാങ്ങാൻ ഇതുവരെ ആയില്ല. പട്ടികവർഗ മേഖലകളിൽ ചെണ്ടമേളം പോലുള്ള കലാമേളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാദ്യോപകരണങ്ങൾ വാങ്ങുന്നതിനും പഠിക്കുന്നതിനുമായി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഇവർ ജില്ലാ പഞ്ചായത്തിൽ മറ്റും വാദ്യോപകരണങ്ങൾ ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇവരെ ഇതുവരെയായി പരിഗണിച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നു. ചെണ്ടവാദ്യമേള ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പരിപാടിക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെണ്ടയില്ല. വാടകയ്ക്ക് എടുത്താണ് നമ്മൾ ചെണ്ട കൊട്ടാൻ പോകുന്നത്. പിന്നെ വാടക കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനമൊന്നുമില്ല. ഇപ്പോഴും വാടക കൊടുത്ത ചെണ്ടയും വാദ്യോപകരണങ്ങളുമായി പരാതിയും പരിഭവവുമില്ലാതെ കൊട്ടിക്കയറുകയാണ് ഈ യുവാക്കൾ. എപ്പോഴെങ്കിലും ത്രിതല സംവിധാനങ്ങളോ സർക്കാരോ സന്നദ്ധ സംഘടനകളോ ഇവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. ഇവർ ആറളം ആദിവാസി മേഖലയിലെ 13-ാം ബ്ലോക്കിൽ താമസിക്കുന്ന ആളുകളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇവർ ചെണ്ട വാദ്യമേളത്തിൽ പ്രാവീണ്യം നേടിയവരാണ്. താളവും താളബോധവും ഉണ്ടെങ്കിലും വാദ്യോപകരണമില്ലാത്തതിനാൽ ഇവർ വലിയ കഷ്ടതയാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇവർ 21 പേർ ചെണ്ടമേളത്തിനായി പോകുന്നത് വാടകയ്ക്കെടുത്ത വാദ്യോപകരണങ്ങളുമായിട്ടാണ്. പല വാതിലുകളും ഇവർ മുട്ടി. എന്നാൽ അവിടെ നിന്നൊന്നും ഇവർക്ക് കനിവുണ്ടായില്ല. ഇപ്പോഴും വാദ്യമേളത്തിന് പോകുന്ന അവിടെ നിന്ന് ലഭിക്കുന്ന പണം വാദ്യോപകരണങ്ങളുടെ വാടകയ്ക്കായി ഇവർ നൽകുകയാണ്. ഇവർക്ക് മിച്ചമൊന്നുമില്ല. ഇവരെ സഹായിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ മുന്നോട്ട് വരണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തുകൊണ്ടും ന്യായമായ ഇവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പൊതുസമൂഹവും പറയുന്നത്. ആറളം ഫാം 13-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്,